OTTയിൽ എത്താൻ വൈകുമെന്ന റിപ്പോർട്ടുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ശിവകാർത്തികേയൻ നായകനായി എത്തിയ അമരൻ OTTയിൽ എത്താൻ വൈകുമെന്ന റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ 250 കോടിയും കടന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ് നിരവധി പ്രേക്ഷകർ. എന്നാൽ സിനിമ OTTയിൽ എത്താൻ വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിയേറ്ററുകളിൽ ഇപ്പോഴും ആളെ കയറ്റുന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഒരാഴ്ച കൂടി വൈകുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. റിലീസ് ചെയ്ത് 28 ദിവസത്തിന് ശേഷം ചിത്രം OTTയിൽ സ്ട്രീം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അമരന്റെ വിജയം കണക്കിലെടുത്താണ് ഡിജിറ്റൽ റിലീസ് നീട്ടിവെക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യമായാണ് ഒരു തമിഴ് സിനിമയുടെ OTT റിലീസ് നീട്ടി നൽകാൻ നെറ്റ്ഫ്ലിക്സ് തീരുമാനിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ 100 കോടിയിലധികം രൂപ ഇതിനകം നേടിക്കഴിഞ്ഞു. ഇതോടെ ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം പണം നേടുന്ന സിനിമകളിൽ 2ാം സ്ഥാനത്ത് അമരൻ എത്തിയിരിക്കുകയാണ്. രജനീകാന്തിന്റെ വേട്ടയ്യൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ കളക്ഷൻ മറികടന്നാണ് സിനിമയുടെ ഈ നേട്ടം. നിലവിൽ വിജയ് ചിത്രം ഗോട്ടാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഈ വർഷം ഏറ്റവും അധികം പണം വാരിയ സിനിമ. അതേസമയം അമരന്റെ പ്രദർശനം കാരണം സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ കങ്കുവയുടെ സ്ക്രീൻ കൗണ്ട് കുറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം 700ഓളം സ്ക്രീനുകളിലാണ് ആദ്യം കങ്കുവയുടെ റിലീസ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ കങ്കുവയ്ക്ക് തമിഴ്നാട്ടിൽ നിലവിൽ 50% സ്ക്രീനുകൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇത് ചിത്രത്തിന്റെ കളക്ഷനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ.